നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സാമ്പത്തികപരമായിട്ട് നല്ല നിലയിലെത്താൻ സാധിക്കുന്ന ഒരു സമയം, ജീവിതത്തിൽ അങ്ങനെയൊരു സമയം എല്ലാ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരം സുവർണാവസരങ്ങൾ പലരും അറിയാതെ പോകുന്നു. ചുരുക്കം ചിലർ ഈ ഒരു അവസരം ഈശ്വരന്റെ ഒരു അനുഗ്രഹമായി കണ്ട് അവർ അതിനുവേണ്ടി പ്രവർത്തിച്ച് സ്ഥിരോത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകും. അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഉന്നതി വന്നു ചേരും. പലരും ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമമായി കാണുന്നത്. പക്ഷേ ഓരോ നക്ഷത്രക്കാരുടെയും ഉയർച്ച താഴ്ചകൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഈശ്വരൻ വച്ചു നീട്ടുന്ന പല പരീക്ഷണ കാലഘട്ടത്തിന്റെ ഒരു സൂചനകൾ തന്നെയാണ്. നമ്മൾ മോശമായ ഒരു അവസ്ഥ വരുമ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായി വിഷമിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു അവസരം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയും നമ്മുടെ ബുദ്ധിയും ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന അവസരങ്ങൾ ഈ ഒരു സമയത്ത് ഈശ്വരൻ നിങ്ങളിലേക്ക് അടുപ്പിക്കും. അങ്ങനെയുള്ള സമയത്താണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഉയർച്ചകൾ വന്നു ചേരുക. അത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും അനുകൂലമായ സ്ഥിതിയിൽ സാമ്പത്തിക ഉന്നതി വന്നു ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് സ്ഥാനക്കയറ്റം. ഏതൊരു പ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഏത് ജോലിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് വലിയ ഉന്നതി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ സാമ്പത്തിക പുരോഗതി നല്ല നിലയിൽ തന്നെ എത്തും. അത് ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ബിസിനസ് പരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും സമ്മാനമായിട്ടോ വിലപിടിപ്പുള്ള വസ്തുക്കളായിട്ടോ ലോട്ടറി ഭാഗ്യമായിട്ടോ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗമായിട്ടൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഇത് ഈശ്വരന്റെ ഭാഗ്യാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സുവർണാവസരം തന്നെയാണ്. ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരിൽ ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നു വരുന്ന കുറച്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. ജീവിതത്തിൽ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള നക്ഷത്രമാണെങ്കിലും ഇവർക്ക് പലപ്പോഴും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ ആനുകൂല്യത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു ചെല്ലുന്നത് ജീവിതത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടത്തിലൂടെ എത്തിച്ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്ന, ജീവിതത്തിൽ തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്ന നേട്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നത്. ഇവർക്ക് വലിയ സാമ്പത്തിക പുരോഗതി തന്നെയാണ് ഉണ്ടാകുന്നത്. നേട്ടങ്ങൾ ഒരുപാട് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന, അനുഗ്രഹം കൊണ്ട് ചൊരിയുന്ന ഒരു സമയമാണ്. ഇവർ ജോലിയുമായി ബന്ധപ്പെട്ടോ ഔദ്യോഗിക കാര്യത്തിനോ യാത്രകൾ ചെയ്യേണ്ട ആളുകളാണെങ്കിൽ ഇവർക്ക് അതൊക്കെ ഗുണകരമായി മാറുന്ന ഏറ്റവും അനുകൂലമായ സ്ഥിതിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് വരുമാനവർദ്ധനം ഉണ്ടാകുന്നതിനും സാമ്പത്തിക പുരോഗതി വലിയ തോതിൽ വന്നു ചേർന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്ന, കുടുംബ ബന്ധങ്ങൾ ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. പ്രതീക്ഷകളൊക്കെ പൂണിയാൻ സാധിക്കുന്ന ഒരു സമയം. ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥർക്ക് ഒക്കെ അനുകൂലമായി നിൽക്കുന്ന അവരുടെ തൊഴിൽ ഇടത്ത് അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിൽ ലഭിക്കാനിടയുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. കാരണം ഇവിടെ വളരെ നാളത്തെ ആഗ്രഹം പൂവണിയാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പ്രതീക്ഷകളൊക്കെ പൂവണിയുന്നു. എല്ലാ പിന്തുണയും ഇവർക്കുണ്ടാകും. അത് കുടുംബത്തിൽ നിന്നാണെങ്കിലും സമൂഹത്തിൽ നിന്നാണെങ്കിലും ഒക്കെ ഇവർക്ക് നല്ല നിലയിലുള്ള സ്ഥാനമാനങ്ങളും അംഗീകാരമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ താൽക്കാലിക ജോലിയിൽ നിന്ന് പോലും ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സ്ഥിരവരുമാനമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വിശേഷപ്പെട്ട ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച ഭാഗ്യം തന്നെ. ഈ ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക.
ജീവിതത്തിൽ സുവർണ്ണ നേട്ടങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സാധ്യതകൾ വന്നു ചേരുന്ന സ്ഥാനലബ്ധിയൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ്. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയമുണ്ടാകുന്നു. വരുമാന വർധനമൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഇഷ്ടകാര്യലബ്ധി ഇവർ ഏറ്റെടുക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും അവർ ഉദ്ദേശിച്ച പോലുള്ള ഫലം ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വീടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ഇവർക്ക് സാധിക്കും. സഹായഹസ്തവുമായി അടുത്തുള്ള ആളുകൾ ഉണ്ടാകും. ബന്ധുജനങ്ങളുടെ സഹായമൊക്കെ ലഭിക്കും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കും. വിദേശവാസത്തിനും വിദേശത്ത് നിന്നുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനോ അത് ഭാഗികമായി ക്രമീകരിക്കുന്നതിനോ സാധിക്കുന്ന ഒരു സമയമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. പുതിയൊരു വാഹനം സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കും. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ മഹാഭാഗ്യ അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക പരാജയത്തിൽ നിന്നും സാമ്പത്തിക വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയത്തോടുകൂടി ഇവർക്ക് ലഭിക്കാവുന്ന അവസരങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. മികച്ച പുരോഗതി നിറഞ്ഞ ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് കോടതി വ്യവഹാരം ഇതൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. അപകട സാധ്യതകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഈശ്വരാനുഗ്രഹം ഇവരെ എല്ലാം കൊണ്ടും രക്ഷപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുമെങ്കിലും ശത്രുദോഷപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവരെ ഏൽക്കുകയില്ല എന്ന് മാത്രമല്ല ശത്രുനാശം വരെ സംഭവിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനും സ്വർണ്ണാഭരണങ്ങളൊക്കെ സമാനമായി ലഭിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ലാഭം വർദ്ധിക്കും. എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ്. ഗുണങ്ങൾ ഏറെ നിൽക്കുന്ന ബിസിനസ് പരമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ലാഭം വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ്. ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പല പ്രവർത്തനങ്ങളും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. അതോടൊപ്പം തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. ആഗ്രഹിച്ച ഒരു വിവാഹം നടക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് നടക്കുന്ന, മനസ്സിൽ വിചാരിച്ച പലവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പല കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടെങ്കിലും പല വിധത്തിൽ പണം ചെലവഴിച്ചു പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു സമയം, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളാണ്. ഭാഗ്യാനുഭവങ്ങളൊക്കെ ലഭിക്കാവുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന, ജീവിതത്തിൽ ഒട്ടേറെ പ്രയത്നത്തിന് ഫലം ലഭിക്കാവുന്ന ഒരു സമയമാണ്. അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം. ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന, ആത്മീയ കാര്യത്തിലൊക്കെ താല്പര്യം ജനിക്കാവുന്ന ഒരു സമയമാണ്. ജോലിയിൽ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരുന്നതിനും ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടേറെ ഗുണപരമായിട്ടുള്ള അനുഭവങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കാവുന്ന ഒരു സമയം തന്നെ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ്. ഭാഗ്യത്തിൻ്റെ നാളുകൾ ഇവർക്ക് ലഭിക്കുന്നു. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാവുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രമാണം. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.